നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. വള്ളിശ്ശേരി ശാഖ അഖില കേരള എഴുത്തച്ഛൻ സമാജം വാർഷികാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അമ്മാടം ഹെലോ ഇൻഡോർ ക്ലബിന്റെ 10ാം വാർഷികാഘോഷവും കുടുംബ സംഗമവും നടന്നു. ചടങ്ങ് MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പാറളം മണ്ഡലം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. വള്ളിശ്ശേരി ശാഖ അഖില കേരള എഴുത്തച്ഛൻ സമാജം വാർഷികാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകൾക്ക് ആദരവും സംഘടിപ്പിച്ചു. അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് ജയകൃഷ്ണൻ T മേപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ പുരസ്കാരം അവിൻശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിസി നരേന്ദ്രൻ നിർവഹിച്ചു. പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് MV വിനീത, VA രവീന്ദ്രൻ, KK ജയറാം, രാജേഷ് അവിലിശ്ശേരി, K ശശിധരൻ, പ്രൊഫസർ TB വിജയകുമാർ, TK ഗോവിന്ദൻ എഴുത്തച്ഛൻ, രാജി മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. സാധാരണ ഈ വലിയ സംഘടനകളുടെ ജില്ലാ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇങ്ങനെ വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടുള്ള സെമിനാറുകൾ അങ്ങനെയൊക്കെ സംഘടിപ്പിക്കാറ്. പക്ഷേ നമ്മളൊരു ശാഖാവാർഷികത്തിന് ഇത്തരം വിഷയങ്ങൾ എല്ലാ കൊല്ലവും ഓരോന്ന് ചർച്ച ചെയ്യുന്നു എന്നുള്ളത്, അക്കാഡമിക്കായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനീയമായ കാര്യമാണ്. അതിന് ഈ ശാഖാ ഭാരവാഹികളെ ആദ്യമായിട്ട് നടത്തുന്നത്. വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം എന്നതാണ് ചുമതല. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടം കഴിയുന്ന സമയത്തും ഇങ്ങനെ ഒരു പുരസ്കാരം, പ്രോത്സാഹനമൊക്കെ കിട്ടുന്നത് പതിവാണ്. നമ്മുടെ സമുദായം, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ക്ലബ്ബുകാർ, രാഷ്ട്രീയ പാർട്ടികൾ, പഞ്ചായത്ത്, ഇങ്ങനെ പലരും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കാൻ ചടങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്യും. അപ്പൊ അതിൻ്റെ ഒരു മറുവശം എന്നുള്ളത് വലിയ പ്രതീക്ഷകളാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള ഈ സമൂഹത്തിന് വിദ്യാർത്ഥികളിലുള്ളത് എന്നുള്ളതാണ്. ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ക്ഷേത്രത്തിൽ നടന്ന പരിപാടിയിൽ സ്വാമി പുരുഷോത്തമാനന്ദ സരസ്വതി വിവേകാനന്ദാശ്രമം ചെറുശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും ആദരവും നൽകി. ചടങ്ങിൽ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു. സോമനാഥൻ, ശിവാനന്ദൻ, പ്രസാദ്, സന്തോഷ് കുമാർ, പ്രവീൺ തുടങ്ങിയവർ സംസാരിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായ ആൾക്കാർക്ക് ഗുണമുണ്ടാവും. ഈശ്വരൻ്റെ അനുഗ്രഹമുള്ള ഗുണം നമുക്ക് ഇപ്പോൾ അല്ലേ. മുല്ലക്കൽ അമ്പലത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾക്ക് തന്ന സാധനം ഇവിടെ നടത്തിയ പൂജയുടെ പ്രസാദം എന്നെ പറഞ്ഞു. ഭഗവതിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്ന ഈ സാധനം, അതിൻ്റെ മഹത്വം നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ നാമം ചൊല്ലും. ഈ ഭഗവതി വിശ്വാസം ഉണ്ടെങ്കിൽ, ഭഗവതിയുടെ മഹത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടിയ പുസ്തകം നിങ്ങൾക്ക് അനുഗ്രഹമാവും. അതല്ലാത്ത ആൾക്കാർക്ക് അമ്മയെ ധിക്കരിച്ച് നിന്ദിച്ച് പോകുന്നതിലോ ഒരു ഗുണവും ഉണ്ടാവില്ല. ഗുണം ഉണ്ടാവണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ചോയ്സ്. ഇലക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എലക്ട് ചെയ്യാം. എന്താ വേണ്ടത്? എൻ്റെ ജീവിതം നന്നാകണം, എനിക്ക് പഠിക്കണം, പഠിക്കാൻ ബുദ്ധി ഉണ്ടാകണം, പഠിച്ച് ജയിച്ച് നല്ലൊരു ജോലി ഉണ്ടാകണം. അമ്മാടം ഹെലോ ഇൻഡോർ ക്ലബിന്റെ 10ാം വാർഷികാഘോഷവും കുടുംബ സംഗമവും നടന്നു. ചടങ്ങ് MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദൻ മുഖ്യ അതിഥിയായിരുന്നു. പ്രസിഡന്റ് ഹെൻറി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോഷി CT, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ്, പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ,
മുൻ ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR വർഗീസ്, ബാഡ്മിൻ്റൺ ദേശീയ താരവും വേൾഡ് ഫെഡറേഷൻ കോച്ചുമായ ബിജു മോഹൻ ബാബു, അമ്മാടം ഇടവക സഹവികാരി ഫാദർ ജിയു ആലപ്പാട്ട്, തിരക്കഥാകൃത്ത് ഹരി P. നായർ, മുൻ പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു അശോകൻ എന്നിവർ സംസാരിച്ചു. പാറളം മണ്ഡലം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി നന്ദകുമാർ കോങ്ങാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M. സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സെക്രട്ടറി ടോമി പെല്ലശ്ശേരി, മണ്ഡലം നേതാക്കളായ CO ജോൺസൺ, AD ജോണി, AA റപ്പായി, ശ്രീനിവാസ വെങ്ങോലി, PD എട്ടിയശൻ, പഞ്ചായത്ത് മെമ്പർ ജൂബി മാത്യു, ഡേവിസ് കുട്ടി, ബൂത്ത് പ്രസിഡന്റുമാരായ ജോസ് ചാഴൂർ, ആന്റണി ഡെന്നസ് എന്നിവർ സംസാരിച്ചു. അമ്പാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1979 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന പിൻനിലാവിന്റെ നേതൃത്വത്തിൽ ഷഷ്ടിപൂർത്തി സംഗമം സംഘടിപ്പിച്ചു. വെങ്ങിണിശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ഈ അപൂർവ ഷഷ്ടിപൂർത്തി സംഗമം മുൻ അധ്യാപകനും സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദ്യ പ്രിൻസിപ്പളുമായ KL ജോൺസൺ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഷഷ്ടിപൂർത്തി സംഗമ സ്മരണിക പിൻനിലാവ് അദ്ദേഹം പ്രകാശനം ചെയ്തു. 1964 ജനിക്കുകയും 1969 സ്കൂളിൽ ചേരുകയും 1979 ഹൈസ്കൂൾ പഠനം പൂർത്തീകരിക്കുകയും ചെയ്ത ബാച്ചിലെ എല്ലാവരും ഷഷ്ടിപൂർത്തി ആഘോഷിച്ചവരും ആഘോഷിക്കുന്നവരുമാണ്. വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്ന അമ്മാളം ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 1979 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് പിൻനിലാവ് എന്ന പേരിൽ ഷഷ്ടിപൂർത്തി സംഗമം സംഘടിപ്പിച്ചത്. 150ഓളം അംഗങ്ങളുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ പകുതിയിലധികം പേരും ഷഷ്ടിപൂർത്തി സംഗമത്തിൽ പങ്കെടുത്തു. കേക്ക് മുറിച്ചായിരുന്നു ഷഷ്ടിപൂർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടത്. ഒരുമിച്ച് പഠിച്ച് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞ സഹപാഠികളെ ഓർത്തെടുത്ത് അനുസ്മരിച്ചു. 45 വർഷത്തെ വിരഹവും വിശേഷങ്ങളും പങ്കുവച്ചാണ് ജീവിത സായാഹ്നത്തിൽ ഇവർ വീണ്ടും ഒത്തുചേർന്നത്. പഴയ കുസൃതികളും പഴയകാല ഓർമ്മകളും ഓർത്തെടുത്ത് പരസ്പരം പങ്കുവെച്ച് ഒരു ദിവസം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞ് വീണ്ടും കാണാമെന്ന് പറഞ്ഞാണ് ഇവർ പിരിഞ്ഞത്. തിരുവാതിരക്കളിയും പാട്ടുപാടിയും കവിത ചൊല്ലിയും ആഘോഷം ആവേശമാക്കി. ഉച്ചഭക്ഷണവും ഒന്നിച്ച് കഴിച്ച് ചായയും കുടിച്ചാണ് സഹപാഠികൾ പിരിഞ്ഞത്. KN ജയനന്ദൻ, PK സത്യൻ, AV ശശാങ്കൻ, പുഷ്പലത, PV മോഹൻദാസ്, KV സന്തോഷ് കുമാർ, പൗളി പോൾ, K സുഷമായ തുടങ്ങിയവർ ഷഷ്ടിപൂർത്തി സംഗമത്തിന് നേതൃത്വം നൽകി. സിംഫണി അക്കാദമി JKA കേരള കരാട്ടയുടെ നേതൃത്വത്തിൽ കരാട്ടെ ക്യാമ്പും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. 3 ദിവസങ്ങളിലായി നടന്നുവരുന്ന JKA കേരള ക്യാമ്പ് സമാപിച്ചു. സിംഫണി അക്കാദമി JKA കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസെയ് സജീവ്, JKA തൃശൂർ ചീഫ് ഇൻസ്ട്രക്ടർ സെൻസെയ് മണികണ്ഠൻ എന്നിവരുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ JKA ജപ്പാനിൽ നിന്നും ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. 18ഓളം ബ്ലാക്ക് ബെൽറ്റ് വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റും ബ്ലാക്ക് ബെൽറ്റും കളർ ബെൽറ്റ് വിതരണവും കേരള ക്യാമ്പ് സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. JKA ഇന്ത്യ ചീഫ് ഇൻസ്ട്രക്ടർ ഷിഹാൻ ആനന്ദരത്ന, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെന്റിലെ സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഷാജി മാധവൻ, അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ സതീഷ് കുമാർ, KIO ജില്ലാ സെക്രട്ടറി മധു വിശ്വനാഥ്, ചേർ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, മാധ്യമപ്രവർത്തകൻ പ്രമോദ് എന്നിവർ സംസാരിച്ചു. JKA കേരള സെക്രട്ടറി മിഥു MT, JKA തൃശൂർ ജില്ലാ സെക്രട്ടറി അമ്പിളി KP എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. അതുപോലെ തന്നെ മീഡിയത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴാണ്. ജോലിയിൽ ഒരുപാട് പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും പൊതുജനങ്ങളിൽ കിട്ടുന്ന ഒരു സപ്പോർട്ടാണ് നമുക്ക് സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും നന്നായിട്ട് പ്രവർത്തിക്കാനും കൂടുതൽ സമയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജം എന്ന് പറയുന്നത്. ആ ഊർജ്ജം വേണ്ടുവോളം എനിക്ക് ഈ പ്രദേശത്ത് നിന്ന് ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളായിരുന്നു. ഈ കുട്ടികളെ
ഈ ആയോധന കല പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് താല്പര്യമെടുത്ത് മാതാപിതാക്കളോട് ഞാൻ എൻ്റെ സ്നേഹം നിറഞ്ഞ് നന്ദി അറിയിക്കുകയാണ്. പഴുവിൽ വെസ്റ്റ് ജവഹർ റോഡിൽ 2 വയസ്സുള്ള കുട്ടി പാടത്തെ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. തറയിൽ സിജോയുടെ മകൻ ജെർമിയെയാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച വൈകിട്ടാണ് സംഭവം. മറ്റു കുട്ടികൾക്കൊപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി വീട്ടുകാർ അറിയാതെ വീടിന്റെ ഗേറ്റ് തുറന്ന് വീടിന് മുന്നിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന പാടത്തെത്തുകയായിരുന്നു. അതുവഴി വന്ന ബൈക്ക് യാത്രികരായ യുവാക്കളാണ് കുട്ടിയെ വെള്ളത്തിൽ മുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പഴുവിൽ ആശുപത്രി എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംസ്കാരം പിന്നീട്. അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. പിതാവ് സിജോ വിദേശത്താണ്. അമ്മ സീമ, സഹോദരങ്ങൾ ജയ്ഡൻ, ജോഷുവ. ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷിക ദിനാചരണം നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പെരിങ്ങോട്ടുകര പഴയ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ നടത്തി. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച അനുസ്മരണ ചടങ്ങിൽ നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തുറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് MK ചന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. രാമൻ നമ്പൂതിരി, MB സജീവൻ, CT ജോസ്, നിസാർ കുമ്മംകണ്ടത്ത് എന്നിവർ സംസാരിച്ചു. പ്രമോദ് കണിമംഗലത്ത്, ഉഷ ഉണ്ണികൃഷ്ണൻ, സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ, ഷംസുദ്ദീൻ, പോൾ പുലിക്കോട്ടിൽ, ജഗദീഷ് രാജ്, റിജു കണക്കന്തറ എന്നിവർ നേതൃത്വം നൽകി. ഇന്ത്യയുടെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നാം കാണുന്ന ഇന്ത്യ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കാഴ്ചപ്പാട് ഇന്ത്യയെ ഇത്തരത്തിലെത്തിച്ചെങ്കിൽ ആ ക്രെഡിറ്റുകൾ മുഴുവൻ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാരാണ് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തെ ചരിത്രത്തിൽ നിന്ന് പോലും ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിനെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ 60 വർഷം പിന്നിടുന്ന വേള വളരെ പ്രസക്തമാണ്. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ലോക നേതാവ് നമ്മളിന്ന് വിട്ടുപിരിഞ്ഞു പോയി 60 വർഷം പിന്നിടുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് നയിച്ച ജവഹർലാൽ നെഹ്റുവിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് പുതുതലമുറയ്ക്ക് പകർത്തുകയും നെഹ്റുവിൻ്റെ ചിന്തകളെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു ചിന്താവിഷയമായി കൊടുക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. 1 മാസം മുൻപ് കാണാതായ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പള്ളിപ്പുറം തെക്കുമുറി ആണ്ടിക്കോടി പരേതനായ രാമകൃഷ്ണന്റെയും സുമാദേവിയുടെ മകൻ സുജനാഥ് കൃഷ്ണനാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. പള്ളിപ്പുറം സെന്ററിൽ ബന്ധുവിന്റെ പണി തരാത്ത വീട്ടിലാണ് മൃതദേഹം കണ്ടത്. തൊട്ടടുത്ത വീട്ടിലെ ആൾ അവരുടെ വീടിന്റെ ടെറസിൽ നിൽക്കുമ്പോഴാണ് മൃതദേഹം കണ്ടത്. വീടിന്റെ ടെറസിന് മുകളിൽ കമിഴ്ന്നു കിടന്ന നിലയിലാണ് മൃതദേഹം കിടന്നിരുന്നത്. കോണിയില്ലാത്ത ടെറസിലേക്ക് ഇദ്ദേഹം എങ്ങനെ കയറി എന്നത് വ്യക്തമല്ല. ചേർപ്പ് പോലീസിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ സഹായത്തോടെ മൃതദേഹം താഴെയിറക്കി മേൽനടപടികൾ സ്വീകരിച്ചു. തൃശൂർ കോർപ്പറേഷൻ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള കോർപ്പറേഷൻ തല ഉദ്ഘാടനം നടന്നു. തൃശൂർ കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. ഇതേ സമയത്തു തന്നെ 55 ഡിവിഷനുകളിലും ഡിവിഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടന്നു. തൃശൂർ കോർപ്പറേഷൻ 2018-2019 വർഷങ്ങളിലെ പ്രളയത്തെ കണക്കിലെടുത്ത് മുൻകാലങ്ങളിൽ നടത്തി വന്നിരുന്നതുപോലെ ഈ വർഷത്തെ കാലവർഷത്തെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചയായി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടന്നുവരികയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഡ്രൈ ഡേ ആയി ആചരിച്ചതോടൊപ്പം മഴക്കാല പ്രതിരോധ ബോധവൽക്കരണ നോട്ടീസുകൾ വീടുകളിലും സ്ഥാപനങ്ങളിലും വിതരണം ചെയ്തു. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷാജൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി, ഡിവിഷൻ കൗൺസിലർ പൂർണിമ സുരേഷ്, ക്ലീൻ സിറ്റി മാനേജർ ഇൻചാർജ് ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. കോർപ്പറേഷനിലെ 55 ഡിവിഷനുകളിലും ബന്ധപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ വിഭാഗം ജീവനക്കാർ, NSS വോളണ്ടിയർമാർ, സന്നദ്ധ പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ, യുവജന പ്രസ്ഥാനങ്ങൾ, വ്യാപാരികൾ തുടങ്ങിയവർ മാസ് ക്യാമ്പയിന്റെ ഭാഗമായി. പള്ളിയിൽ നിന്നും മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു.
മാപ്രാണം ലാൽ ആശുപത്രിക്ക് സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത്. മാപ്രാണം സ്വദേശിയായ കുറ്റിക്കാടൻ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി മാപ്രാണം പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ് ഭാര്യയെയും ഒരു കുട്ടിയെയും സ്കൂട്ടറിൽ വീട്ടിൽ കൊണ്ടുവന്നാക്കിയതിനു ശേഷം മറ്റു 2 കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയാണ് റോഡരികിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ചു കയറി അപകടം നടന്നത്. അപകട സമയത്ത് മഴയുണ്ടായിരുന്നു. അപകടത്തിൽ ഷൈജു മരണപ്പെടുകയും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ എഡ്വിൻ എന്ന കുട്ടിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുറച്ചു ദിവസങ്ങളായി റോഡരികിൽ കേടായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് അപകട സൂചനകൾ നൽകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നില്ല എന്ന ആക്ഷേപവുമുണ്ട്. അമ്മ റോസ്ലി, ഭാര്യ ആൻസി, മക്കൾ എവ്ലിൻ, എഡ്വിൻ, ഇവാൻ. സംസ്കാരം ചൊവ്വാഴ്ച 11 മണിക്ക് മാപ്രാളം ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിലർ ബൈജു കുറ്റിക്കാടന്റെ സഹോദരനാണ് ഷൈജു. തൃപ്രയാർ NES കോളേജിൽ പുതിയ കോഴ്സുകളുടെ ഉദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ കുതിച്ചുചാട്ടത്തെ പരാമർശിച്ച് സംസാരിച്ച അദ്ദേഹം ഓരോ വിദ്യാർത്ഥിയും ആത്യന്തികമായി നേടിയെടുത്ത വിദ്യാഭ്യാസം നല്ല മനുഷ്യനാവുക എന്നതിനുകൂടിയാകണം എന്നും പറഞ്ഞു. ചടങ്ങിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. NES കോളേജ് ചെയർമാൻ ശിവൻ കണ്ണോളി, അഡ്വക്കേറ്റ് TR രമേഷ് കുമാർ, നാട്ടിക മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, PTA വൈസ് പ്രസിഡന്റ് MS സിജി, PK വിശ്വംഭരൻ, കൃഷ്ണൻ, AN സിദ്ധപ്രസാദ്, KV പ്രകാശൻ, V ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6665 രൂപ, പവന് 53,320 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വള്ളിശ്ശേരി ശാഖ അഖില കേരള എഴുത്തച്ഛൻ സമാജം വാർഷികാഘോഷവും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച പ്രതിഭകൾക്ക് ആദരവും സംഘടിപ്പിച്ചു. ശ്രീ മുല്ലക്കൽ നനദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. അമ്മാടം ഹെലോ ഇൻഡോർ ക്ലബിന്റെ 10ാം വാർഷികാഘോഷവും കുടുംബ സംഗമവും നടന്നു. ചടങ്ങ് MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. പാറളം മണ്ഡലം കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.